ഞാനിപ്പം നിൽക്കുന്നത് ഹാമിൽട്ടന്റെ ഹൃദയഭാഗമായ വിക്ടോറിയ സ്ട്രീറ്റിലാണ്. മലയാളികൾക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പപ്പടം. എന്നാൽ ആ പപ്പടത്തിന്റെ പേരിൽ ഒരു റെസ്റ്റോറന്റ് അറിയപ്പെട്ടാലോ? അടുത്തറിയാം ന്യൂസിലൻഡ് എന്ന പരിപാടിയിൽ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ വന്നത് പപ്പടത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളാണ്. കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് പപ്പടത്തിന്റെ അടുത്ത് പോവാം. ഈ റെസ്റ്റോറന്റ് ആംബിയൻസിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അതിമനോഹരമായിട്ടാണ് അതിന്റെ ഓരോ കോർണറും നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ കണ്ട പ്രേക്ഷകർക്ക് ഇതിന്റെ സാരഥികൾ ആരാന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? നമുക്ക് അവരിലേക്ക് പോവാം. അതെ, അനുമോൻ ആൻഡ് രതീഷ്, ഇവരൊക്കെയാണ് നമ്മുടെ പപ്പടത്തിന്റെ സാരഥികൾ. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഹായ്, വെൽക്കം ടു അടുത്തറിയാം ന്യൂസിലൻഡ്. എങ്ങനെയാണ് ന്യൂസിലൻഡിൽ വന്നിട്ട് പപ്പടത്തിലേക്കുള്ള ആ ഒരു ജൈത്രയാത്ര പ്രേക്ഷകർക്കായിട്ടൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഞാനും രതീഷും 2015 ന്യൂസിലാൻഡിൽ വന്നതാണ്. പിന്നെ രണ്ടുപേരും 20 വർഷത്തോളം ഈ ലോകത്തിലെ പല 5 സ്റ്റാർ ഹോട്ടൽസിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇവിടെ എത്തിപ്പെട്ടവരാണ്. അങ്ങനെ ഒരേ ആഗ്രഹത്താൽ 2018 ഞങ്ങൾ ടെറാപ്പ എന്ന് പറയുന്ന സ്ഥലത്തൊരു ടേക്ക് അവേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുത്തെ ആൾക്കാരിലേക്ക് നമ്മുടെ രുചി കൂടുതൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ചും കൂടെ നല്ലൊരു സ്ഥലം ഇരുന്ന് കഴിക്കാൻ, നമ്മുടെ കൾച്ചർ, നമ്മുടെ ആംബിയൻസ് എല്ലാം ഇവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടതാണ് ഇവിടെ പപ്പടംസ് ആൻഡ് മൂവൻപിക്ക്. മൂവൻപിക്ക് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ബൊട്ടീക്കാണ്. അതും പപ്പടംസും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ എത്തിച്ചിരിക്കുകയാണ്. പപ്പടത്തിന്റെ ആ വിഭവങ്ങളെ കുറിച്ച് പ്രേക്ഷകരോട് ഒന്ന് പറയാമോ? തീർച്ചയായും. നമ്മൾ കേരളത്തിലെ എല്ലാ വിഭവങ്ങളും ഒതന്റിക് ആയിട്ട് തന്നെയാണ് നമ്മൾ ന്യൂസിലൻഡിലെ പപ്പടംസിൽ നമ്മൾ സെർവ് ചെയ്യുന്നത്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈസസ് എല്ലാം നമ്മൾ ഒതന്റിക് ആയിട്ട് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ നമ്മുടെ പപ്പടംസിൽ തന്നെയാണ് എല്ലാം പ്രിപ്പറേഷൻ ചെയ്യുന്നത്. കേരളത്തിൻ്റെ എല്ലാ വിവിധ ജില്ലകളിൽ നിന്നും ഉള്ള എല്ലാ ടൈപ്പ് ഓഫ് ഫുഡുകളും നമ്മളിവിടെ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട്. അത് സെർവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവരുടെ സ്പൈസസും അവരുടെ ടേസ്റ്റ് ബഡ്സിനും അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ ആൾക്കാരിലേക്ക് നമ്മുടെ ഫുഡ് എത്തിക്കുന്നത്. അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. മറ്റു പല രാജ്യത്തിലുള്ള ആൾക്കാരും ഇവിടെ കാണാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവർ നമ്മുടെ ഫുഡിനെ സ്വീകരിക്കുന്നത്? അതിന്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇന്ത്യൻ സ്പൈസസ്, ഇന്ത്യൻ ഫുഡ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അതുപോലെ അത് എല്ലാ രാജ്യങ്ങളിലും ഫേമസ് ആണ് പല ഫുഡുകളും. അപ്പോൾ ആൾക്കാർ നമ്മുടെ അടുത്ത് കഴിക്കാൻ എത്തുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഫുഡ് ചേഞ്ച്, പല കാര്യങ്ങളും സ്പൈസസ് ആണെങ്കിലും അവരുടെ അലർജിക്കിൻ്റെ ആണെങ്കിലും നമ്മളതെല്ലാം മാറ്റം വരുത്തിയാണ് നമ്മൾ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ അവർക്ക് സ്പൈസി നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഒതന്റിക് കേരള ഫുഡ് അതേ സ്പൈസ് ലെവലിലും അതേ സ്പൈസസ് ഉപയോഗിച്ച് കഴിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട്. സ്ഥിരമായിട്ട് നമുക്കങ്ങനെ വരുന്ന ഒരുപാട് ഗസ്റ്റ് ഉണ്ട് നമുക്ക്. അവർ അത് വാങ്ങിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നിന്ന് പാഴ്സൽ വാങ്ങി മറ്റുള്ള അവരുടെ ഫ്രണ്ട്സിന് കൊണ്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുവഴി ആൾക്കാർ നമ്മുടെ അടുത്ത് എത്തുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് സ്പൈസി ഉപയോഗിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ നമ്മുടെ സ്പൈസസ് എല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ ഫ്ലേവറുകൾ ഇഷ്ടമാണ്. അപ്പോൾ അതനുസരിച്ച് സ്പൈസ് ലെവൽ നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യുകയും അവരുടെ ടേസ്റ്റ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അതനുസരിച്ചാണ് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. ഞാനിവിടെ കയറി വരുമ്പോൾ തന്നെ വിവിധ തരത്തിലുള്ള ഒരുപാട് ഐസ്ക്രീമുകൾ ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ലോകത്തിലെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള മൂവൻപിക്കിൻ്റെ ഐസ്ക്രീമാണ് നമ്മളിവിടെ സെർവ് ചെയ്യുന്നത്. സ്വിറ്റ്സർലാൻഡ് എന്നുള്ള ഒരു വേൾഡ് ഫേമസ് ബ്രാൻഡാണ്. അവരുടെ തന്നെ ഒരു ഏകദേശം 24 വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് കൂടാതെ കുറച്ച് ഡെസേർട്ട്സും ഡ്രിങ്ക്സും എല്ലാം നമ്മൾ
സെർവ് ചെയ്യുന്നുണ്ട് ഇവിടെ. പപ്പടംസ് എന്ന റെസ്റ്റോറൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലേക്കുള്ള മനോഹരമായൊരു യാത്ര കൂടെയാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഭക്ഷണം, അതുകൂടാതെ നമ്മുടെ ആഘോഷങ്ങളെ പറ്റിയും പിന്നെ നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിനെ പറ്റി വിദേശികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഒരു വലിയൊരു ഉദ്യമം കൂടെയാണ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നത്. ഇത്രയും നേരം ഞങ്ങൾ പങ്കുവച്ചത് പപ്പടംസിന്റെ വിശേഷങ്ങളായിരുന്നു. അടുത്തറിയാം ന്യൂസിലൻഡിന്റെ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു അതിഥിയുമായി വരുന്നതായിരിക്കും. ഹാമിൽട്ടണിൽ നിന്നും ക്യാമറമാൻ റേഗൻ ജോണിനോടൊപ്പം അഭിഷേക്.